വെൽക്കം ടു മൈ ലൈവ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഇടാൻ പോകുന്നത് യൂട്യൂബിൽ എങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ നേരെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് തുറക്കുകയാണ്. യൂട്യൂബിൻ്റെ അതിൽ നമ്മൾ ക്ലിക്ക് അടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മൾ ഇട്ട പോസ്റ്റുകൾ നമുക്ക് പരിശോധിക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് താഴത്തെ ലൈനിൽ കുറച്ച് ഓപ്ഷനുകൾ, ഒരു 5 ഓപ്ഷൻ ഇവിടെ കാണാം. അതിൽ ഹോം, ഷോർട്സ്, പ്ലസ്, സബ്സ്ക്രിപ്ഷൻ, പിന്നെ യു എന്നുള്ളത് നമ്മുടെ ചാനലിൻ്റെ ഇതാണ്. അതിലേക്കാണ് പോകുന്നത്. അതിലൊന്ന് ക്ലിക്ക്, വലത്തെ സൈഡിൽ ഏറ്റവും താഴെയാണ്. അതിലൊന്ന് ക്ലിക്ക് അടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനലിൻ്റെ പേരിൽ തൊടുക. ഇതിലില്ല, ചാനലിൻ്റെ പേരിൽ തൊട്ടപ്പോൾ അവിടെ കുറച്ച് ഓപ്ഷനുകൾ വരും. അവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോം, വീഡിയോസ്, ഷോർട്സ്, ലൈവ്, പിന്നെ ഇങ്ങോട്ടൊന്ന് നീക്കുക. അപ്പോൾ പ്ലേലിസ്റ്റ്, പോസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് പോസ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരിത് കാണാം. അതിലൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇട്ട പോസ്റ്റ് ഇവിടെ കാണാം. 1 days ആയിട്ടുണ്ട്, 1 day കഴിഞ്ഞിട്ടുണ്ട്. എത്ര ചാർജ് എന്നുള്ളത്, ഇതിലെത്ര ചാർജ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണിരുന്നു. അവിടെ അതിന് 6 പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്, ഒരു 3 ലൈക്ക് ഉണ്ട്. പിന്നെ നേരെ താഴോട്ട് പോയാൽ ഒരു 2 മാസം മുമ്പിട്ടൊരു പോസ്റ്റ് കാണാം. സൂപ്പർ ചാറ്റ് എന്നിട്ടുള്ളത് 100 രൂപ. അതിൻ്റെ താഴോട്ട് പോയാൽ വേറൊരു പോസ്റ്റ് കാണാം 3 മാസം മുമ്പിട്ടുള്ള. അതിൻ്റെ താഴെ പോയാൽ 3 മാസം മുമ്പിട്ടൊരു പോസ്റ്റ് കാണാം. അപ്പോൾ ഏറ്റവും താഴോട്ട് ഞാൻ പോവാണ്. ഇപ്പോൾ താഴെ പോയിട്ടുണ്ട്. ഇതിവിടെ ഒരു 2 കമൻറ്റ് കാണാം ഈ പോസ്റ്റിൽ. അതൊന്ന് ഓപ്പൺ ചെയ്യാം. കമൻറ്റിൻ്റെ ബോക്സ് അവിടെ ഓപ്പൺ ചെയ്തപ്പോൾ 2 പേര് അവിടെ കമൻ്റ് ഇട്ടതായിട്ട് കാണുന്നുണ്ട്. കണ്ടല്ലോ, ഇതാണിപ്പോൾ നമ്മൾ പോസ്റ്റ് ചക്കാക്കിയത്. നമ്മൾ പോസ്റ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് ബാക്ക് അടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ബാക്ക് അടിച്ച് പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പോസ്റ്റ് ഇടണമെങ്കിൽ നമ്മൾ പ്ലസ്സിലൊന്ന് ക്ലിക്ക് ചെയ്യണം. ഏറ്റവും താഴെയായിട്ട് സെൻട്രലായിട്ട് പ്ലസ് ഐക്കൺ കാണാം. ഹോം, ഷോർട്സ്, പ്ലസ്, സബ്സ്ക്രിപ്ഷൻ, പിന്നെ യു എന്നുള്ളത്. അപ്പോൾ പ്ലസ്സിലൊന്ന് ക്ലിക്ക് അടിക്കുക. അവിടെ ക്ലിക്ക് അടിച്ച് നോക്കാം നമുക്ക്. അവിടെ ക്ലിക്ക് അടിച്ചപ്പോൾ വന്നത് ഇതാ ലൈവിൻ്റെ ഇതുണ്ട്. അത് ലൈവ് ഇട്ടത് കൊണ്ടാണ് അത് ലൈവിൻ്റെ. ഫസ്റ്റ് വീഡിയോസ് എന്നുള്ളതുണ്ട്. പിന്നെ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്തെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പോൾ ലൈവ് ഷോർട്സ് എന്തെങ്കിലും ഇടാൻ വേണ്ടി ഒന്നും നീക്കിയാൽ ലൈവിൻ്റെതാണ്. ഒന്നും കൂടെ നീക്കിയാൽ പോസ്റ്റിൻ്റെയാണ്. കേട്ടല്ലോ. അപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ കാണാം, താഴെ കാണാം. ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് നീക്കിയാലെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് 3-ാമത്തെ ഫോട്ടോ ഞാനൊന്ന് ക്ലിക്കാക്കുന്നുണ്ട്. അവിടെ ക്ലിക്കാക്കിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ അത് കിട്ടിയില്ല. അവിടെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എഴുതാൻ പണില്ല. പെൻസിൽ മാർക്കിൽ തൊട്ടാൽ മതി. പെൻസിൽ മാർക്ക് തൊട്ടപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് എഴുതാനുള്ള അവിടെ പിന്നെ ഇത് കാണാം, 3 ഐക്കൺ കാണാം അവിടെ വലത്തെ സൈഡായിട്ട്. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് അടിക്കാം. അവിടെ ക്ലിക്ക് അടിച്ചപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് എത്ര ചാർജ് ഉള്ളത്. നമുക്ക് വേണ്ട പോലെ വലുതോ ചെറുതോ എങ്ങനെ വേണമെങ്കിലും അതിനെ ഇവിടെ വെക്കാൻ പറ്റും. വെറുതെ ഇങ്ങനെ ഒന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനൊന്നും കൂടി നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. ഇപ്പോൾ 2-ാമത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ എത്ര സഞ്ചരിക്കാം എന്നുള്ളതാണ്. അതിലൊന്ന് ക്ലിക്ക് അടിച്ചിട്ട് വേണ്ട പോലെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റും. ചെറുതാക്കിയിട്ടോ വലുതാക്കിയിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ വെക്കും. എന്നിട്ട് നമ്മൾക്ക് ഡൺ അടിച്ചാൽ മതി. മേലെ ഡൺ കാണിക്കുന്നുണ്ടല്ലോ വലത്തെ സൈഡിൽ ഏറ്റവും മുകളിലായിട്ട്. അതിലൊന്ന് ഡൺ അടിക്കുക. അപ്പോൾ അത് പോസ്റ്റ് അവിടെ ആകുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഇവിടെ അതിലുണ്ടെങ്കിലും ടൈറ്റിൽ കൊടുക്കാം നമുക്ക്. അവിടെ നിന്ന് എഴുതുന്ന സ്ഥലം വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളവിടെ എത്ര ഓടൊന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി പോസ്റ്റ് ചെയ്യാം. നമുക്ക് മേലെ കാണാമല്ലോ പോസ്റ്റ് എന്നുള്ളത് വലത്തെ സൈഡിലായിട്ട്. അവിടെ ക്ലിക്ക് അടിക്കാം. ഇപ്പോൾ അത് പോസ്റ്റ് ആകുന്നുണ്ട്. ഓക്കെ, പോസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്നുണ്ട് പോസ്റ്റ് ക്രിയേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്കതിലൊന്ന് പോയി നോക്കാം. ആ പോസ്റ്റിലേക്ക് വീണ്ടും ഞാൻ പോവാണ്. കുറച്ച് നെറ്റ്. അപ്പോൾ നമ്മൾ പോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് കമൻറ്റോ എന്ത് വേണമെങ്കിലും ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ബായ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുണ്ട്. ഓക്കെ, സന്തോഷം നേരുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, ബായ്.